ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, പ്രവൃത്തി പഠനത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആനുവൽ എക്സാമിൻ്റെ. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആകെ 2 മണിക്കൂറാണ് സമയം. 45 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്, അതൊക്കെ കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. ആദ്യത്തേത് ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തേത് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ശരീര സംസ്ഥിതിക വൈകല്യത്തിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് വന്നിട്ടുണ്ട്: ജലദോഷം, ക്യാൻസർ, എയ്ഡ്സ്, ലോട്ടോസിസ്. ഏതാണ്? ലോട്ടോസിസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തേത്, വേഗമറിയാ താരം ഉസൈൻ ബോൾട്ട് ഏത് രാജ്യത്തെ പ്രതിനിധീകരിച്ചാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? ജർമ്മനി, അമേരിക്ക, റഷ്യ, ജമൈക്ക. ജമൈക്കയെ പ്രതിനിധീകരിച്ചായിരുന്നു. നാലാമത്തേതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 3, എത്ര വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടത്തുന്നത്? 3, 6, 1, 4. 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടത്തുന്നത്. ഓക്കെ. ഇനി നാലാമത്തെ ചോദ്യം, അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു കായിക ഇനമാണ് ഡാഷ്. സീക്ലിംഗ്, കനോയിങ്, കയാക്കിങ്, പാരാഗ്ലൈഡിങ്. ഏതാണ്? പാരാഗ്ലൈഡിങ് ആണ് ശരിയായിട്ടുള്ളത്. അഞ്ചാമത്തേത്, ശാസ്ത്രീയമായി ഉയരം രേഖപ്പെടുത്തുവാൻ കഴിയുന്ന ഉപകരണത്തിൻ്റെ പേര്? തെർമോമീറ്റർ, അമീറ്റർ, സ്റ്റേഡിയോമീറ്റർ, ഓക്സിമീറ്റർ. സ്റ്റേഡിയോമീറ്റർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അത് നമ്മൾ ആദ്യത്തെ 5 ചോദ്യവും അവയുടെ ഉത്തരവും നോക്കി. അടുത്ത ചോദ്യം നോക്കാം. 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആറാമത്തേത്, ജലത്തിൽ നടക്കുന്ന 4 കായിക മത്സര ഇനങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണുള്ളത്? നീന്തൽ, കാനോയിങ്, കയാക്കിങ്, പാരാസെയിലിങ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. നീന്തൽ, കാനോയിങ്, കയാക്കിങ്, പാരാസെയിലിങ്. 7, സാമൂഹിക പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതിന് സ്പോർട്സ് കാരണമാകുന്നു എന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് കൂട്ടുകാരെ? ലിയാണ്ടർ പേസ് വ്യക്തിഗത മത്സരങ്ങളിൽ നേടിയിട്ടുള്ളതിനേക്കാൾ നേട്ടം രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ നേടിയിട്ടുണ്ട്. പല ടെന്നീസ് ഇതിഹാസങ്ങളെയും അദ്ദേഹം രാജ്യത്തിനായി കളിക്കുമ്പോൾ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് സ്പോർട്സ് വർദ്ധിപ്പിക്കാൻ ഒരു കാരണം തന്നെയാണ്. 8, മെഡിസിൻ ബോൾ എന്ന ഉപകരണത്തിൻ്റെ ഉപയോഗം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനൊക്കെയാണ്? പേശി ശക്തി, കരുത്ത് എന്നിവ വർദ്ധിപ്പിക്കുന്നതിന്, വിവിധ വ്യായാമങ്ങൾ ചെയ്യുന്നതിന്. ഇതിനൊക്കെയാണ് നമ്മൾ മെഡിസിൻ ബോൾ ഉപയോഗിക്കുന്നത്. 9, വജ്രാസനം പരിശീലിക്കുന്ന ഘട്ടങ്ങൾ വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കാൽമുട്ടുകൾ മടക്കി പാദത്തിലിരിക്കുക, പാദം ഇരിക്കാൻ അനുയോജ്യമായ വിധത്തിൽ ക്രമീകരിക്കുക, കൈകൾ നിവർത്തി കാൽമുട്ടിൽ വെക്കുക, ശരീരം നിവർന്നിരിക്കുക. ഇതൊക്കെയാണ് വജ്രാസനം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തേതാണ് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇവിടെ A, B എന്നിങ്ങനെ 2 എണ്ണമായിട്ട് തന്നിട്ടുണ്ട്. എയിൽ തന്നിട്ടുള്ളത് കനോയിങ്, ഐസ് ഹോക്കി, പാരാഗ്ലൈഡിങ്, ലോങ് ജമ്പ്. ബിയിൽ വായു, കര, ജലം, ഐസ്. അപ്പോൾ ഇത് ഓരോന്നും ഏതൊക്കെയുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. 1, കനോയിങ്. കനോയിങ് എന്തുമായി ബന്ധപ്പെട്ടതാണ് കൂട്ടുകാരെ? ജലവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഐസ് ഹോക്കി എന്ന് പറയുന്നത് ഐസുമായി ബന്ധപ്പെട്ടതാണ്. പാരാഗ്ലൈഡിങ് എന്ന് പറയുന്നത് വായുവിലാണ്. ലോങ് ജമ്പ് എന്ന് പറയുന്നത് കരയിലാണ്. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി 11 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 11, ദീർഘനേരം നിൽക്കേണ്ട സാഹചര്യമുണ്ടായാൽ തലചുറ്റൽ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം? പ്രഥമ ശുശ്രൂഷകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് കുറേ നേരം നിൽക്കേണ്ടി വരുമ്പോൾ? ദീർഘനേരം നിൽക്കേണ്ട സാഹചര്യത്തിൽ രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നതിന് വിരലുകൾ ചലിപ്പിച്ചു കൊണ്ടിരിക്കണം, അയവുള്ള വസ്ത്രം ധരിക്കണം, ചൂടുള്ള സമയങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കുക, സുഖകരമായ രീതിയിൽ ഇരിക്കാനും കിടക്കാനും അനുവദിക്കുക, വായു സഞ്ചാരം ലഭ്യമാക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം. ദീർഘനേരം നിൽക്കേണ്ട സാഹചര്യത്തിൽ രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നതിന് വിരലുകൾ ചലിപ്പിച്ചു കൊണ്ടിരിക്കണം, അയവുള്ള വസ്ത്രം ധരിക്കണം, ചൂടുള്ള സമയങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കുക, സുഖകരമായ രീതിയിൽ ഇരിക്കാനും കിടക്കാനും അനുവദിക്കുക, വായു സഞ്ചാരം ലഭ്യമാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി 12, ഹൃദയ ശ്വസനക്ഷമത എന്നാൽ എന്ത്? ഹൃദയ ശ്വസനക്ഷമത മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന 4 വ്യായാമങ്ങൾ എഴുതുക. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഹൃദയ ശ്വസനക്ഷമത എന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഹൃദയ ശ്വസനക്ഷമത എന്ന് നോക്കാം. തുടർച്ചയായ കായിക പ്രവർത്തന വേളയിൽ ഓക്സിജൻ ലഭ്യമാക്കാനുള്ള ഹൃദയ രക്തക്കുഴലുകളുടെയും ശ്വസന വ്യവസ്ഥയെയുമായി ബന്ധപ്പെട്ടതാണ് ഹൃദയക്ഷമത എന്ന് പറയുന്നത്. ഓക്കെ,
ഹൃദയ ശ്വസനക്ഷമത എന്ന് പറയുന്നത്. ഇനി ജോഗിങ്, നടത്തം, എയറോബിക്സ് വ്യായാമങ്ങൾ, യോഗാസനങ്ങൾ എന്നിവയാണ് ഇത് മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കലാവിദ്യാഭ്യാസമാണ്. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ 4 ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇംപ്രഷണലിസം എന്ന പേരുണ്ടായത് ഇംപ്രഷൻ സൺറൈസ് എന്ന ചിത്രത്തിൽ നിന്നുമാണ്. ഈ ചിത്രം രചിച്ചത് ആരാണ്? ക്ലോദ് മോണെ, ഡാവിഞ്ചി, പിക്കാസോ, റാഫേൽ. ആരാണ്? ക്ലോദ് മോണയാണ്. രണ്ടാമത്തേത് ശ്രുതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഡാഷ്. തമ്പുരു, ഇടക്ക, തബല, ഡ്രംസ്. ഏതാണ്? തമ്പുരു ആണ്. 3 ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കുച്ചിപ്പിടി, മോഹിനിയാട്ടം, ഭരതനാട്യം, ഒഡീസി. ഏതാ കൂട്ടുകാരെ? മോഹിനിയാട്ടമാണ് ഉത്തരം. മോഹിനിയാട്ടം. താഴെ കൊടുത്തിരിക്കുന്ന ഇമോജിയിലെ ഭാവം ഏത്? സന്തോഷം, സങ്കടം, ദേഷ്യം, പുച്ഛം. ഏതാണ്? സങ്കടമാണല്ലേ. ഇനി 5 താഴെ കൊടുത്തിരിക്കുന്നവരിൽ ശില്പകലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി ആരാണ്? മദനൻ, എസ് നായർ, കാനായി കുഞ്ഞിരാമൻ, പുലക് ബിശ്വാസ്. ആരാണ്? കാനായി കുഞ്ഞിരാമൻ നായരാണ്. കുഞ്ഞിരാമൻ ആണ്. കാനായി കുഞ്ഞിരാമൻ. 6ാമത്തെ ചോദ്യം. ചിത്രത്തിൽ കാണുന്ന പ്രശസ്ത സംഗീതജ്ഞൻ്റെ പേര് എഴുതുക. യേശുദാസ്, SP ബാലസുബ്രഹ്മണ്യം, വിനീത് ശ്രീനിവാസൻ, ബി റോയ് ചൗധരി. ആരാണ്? SP ബാലസുബ്രഹ്മണ്യമാണ്. ഓക്കെ, SP ബാലസുബ്രഹ്മണ്യം. അടുത്ത ചോദ്യം നോക്കാം. 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ 3 ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 7ാമത്തെ ചോദ്യം. ഒറ്റക്ക് പാടുമ്പോഴും സംഘമായി പാടുമ്പോഴും ആലാപനം മികവുറ്റതാക്കാൻ ശ്രദ്ധിക്കേണ്ട 2 പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? താളം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ശ്രുതിയും ഉണ്ടായിരിക്കണം. അപ്പോൾ ശ്രുതി, താളം എന്നീ 2 ഘടകങ്ങളാണ്. 8 കളിമൺ ശില്പനിർമ്മാണത്തിൻ്റെ 2 ഘട്ടങ്ങൾ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. എന്താണ്? നിർമ്മിക്കുന്ന ശില്പത്തിൻ്റെ വലുപ്പത്തിന് ആനുപാതികമായ ഒരു പലക, ശില്പത്തിൻ്റെ ഘടനയും ബലവും നിലനിർത്തുന്ന ആർമേച്ചർ ഉണ്ടായിരിക്കുക, ആദ്യം ഉണ്ടാക്കുക. അതിനുള്ള ക്ലേ ഉപയോഗിച്ച് ശില്പം പൂർത്തിയാക്കണം. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന വാദ്യോപകരണങ്ങളുടെ പേരെഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. എ വീണയാണ്, ബി ഗിറ്റാറാണ്, ഡി മൃദംഗമാണ്, ഡി എന്ന് പറയുന്നത് ഇടക്ക. ഓക്കെ, ഒന്നുകൂടെ പറയാം. എ വീണ, ബി ഗിറ്റാർ, സി മൃദംഗം, ഡി ഇടക്ക. അടുത്തൊരു ചോദ്യം. 10 ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് നൃത്താവിഷ്കാരമായി മാറ്റുമ്പോൾ പ്രധാനമായിട്ടും ഏതൊക്കെ കഥാപാത്രങ്ങളെ രംഗത്ത് അവതരിപ്പിക്കാം? 2 കഥാപാത്രങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ അവതരിപ്പിക്കാം? നമുക്ക് ഭൂതത്തിനെയും അതുപോലെ തന്നെ നമുക്ക് അമ്മയെയും അവതരിപ്പിക്കാം അല്ലേ? ഭൂതം, അമ്മ അല്ലെങ്കിൽ ഉണ്ണിയെയും അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും. 11 മുഖംമൂടി നിർമ്മിക്കാൻ ആവശ്യമായ ഏതെങ്കിലും 4 സാമഗ്രികളുടെ പേരെഴുതുക. ഏതൊക്കെ വേണം? കാർഡ്ബോർഡ്, കത്രിക, പശ, നൂല്, സൂചി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അടുത്തത് നോക്കാം. 12, 13 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 12ാമത്തേത്. ചിത്രശലഭങ്ങളാൽ നിറഞ്ഞ ഒരു പൂന്തോട്ടം നിങ്ങളുടെ ഭാവനയിൽ കണ്ട് വരച്ച് നിറം നൽകാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കുക. 13 വളരെ നാളുകൾക്ക് ശേഷം ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടുമുട്ടിയ 2 സുഹൃത്തുക്കൾ നടത്തുന്ന സംഭാഷണം നിങ്ങളുടെ ഭാവനയിൽ എഴുതൂ. കുറഞ്ഞത് 5 സംഭാഷണമെങ്കിലും വേണം. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനെ കുറേ നാളുകൾക്ക് ശേഷം കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചോദിക്കുക? അതുമാത്രം നിങ്ങളൊന്ന് എഴുതിയാൽ മതി. ഒരു 5 സംഭാഷണം വേണമെന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രവൃത്തി പഠനത്തിൻ്റെ ചോദ്യപേപ്പറാണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 ഉത്തരം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം. ലെയറിംഗ് രീതിയിൽ ചെടികൾ ഉത്പാദിപ്പിക്കുവാൻ കഴിയാത്ത സസ്യം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചെമ്പരത്തി, മുല്ല, റോസ്, വാഴ. ഏതാണ്? വാഴയാണ്. രണ്ടാമത്തേത്. ജൈവ കീടനാശിനി അല്ലാത്തത് ഏത്? പുകയില കഷായം, വേപ്പെണ്ണ, സോപ്പ് മിശ്രിതം, മീനെണ്ണ, എൻഡോസൾഫാൻ. ഏതാണ്? എൻഡോസൾഫാനാണ്. മൂന്നാമത്തേത്. ഔഷധ സസ്യങ്ങളിൽ പെടാത്ത സസ്യം ഏത്? തുളസി, കറ്റാർ വാഴ, ജമന്തി, വേപ്പ്. ഏതാണ്? ജമന്തിയാണ്. 4 വസ്ത്രനിർമ്മാണ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? എംബ്രോയിഡറി, ഫാബ്രിക് പെയിൻറ്റിംഗ്, വെജിറ്റബിൾ പെയിൻറ്റിംഗ്, ഒറിഗാമി. ഏതാണ്? ഒറിഗാമിയാണ് ഉൾപ്പെടാത്തത്. 5 ആശംസാ കാർഡിൽ മാർബിളിംഗ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പെയിൻറ് ഏത്? ഇനാമൽ പെയിൻറ്, വാട്ടർ കളർ, ഫാബ്രിക് പെയിൻറ്, ഓയിൽ പെയിൻറ്. ഏതാണ്? ഇനാമൽ പെയിൻ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 ഉത്തരം എഴുതേണ്ടത്. 6ാമത്തെ ചോദ്യം. ഒരു സസ്യ ഉദ്യാനത്തിൽ നിൽക്കുന്ന ഔഷധ സസ്യങ്ങളെ വേർതിരിച്ചറിയുന്നതിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? എന്തൊക്കെ സ്വീകരിക്കാം? പ്രത്യേകമായി ഒരു സ്ഥലം കണ്ടെത്തി ഔഷധ സസ്യം നട്ട് പരിപാലിക്കുക. ഓരോ സസ്യത്തിൻ്റെയും മുകളിൽ പേരെഴുതി പ്രദർശിപ്പിക്കാം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
ഇനി 7 ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞ് പേര് ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. റൈറ്റിംഗ് ബോർഡ്, ഓഫീസ് എൻവലപ്പ്, ഓഫീസ് ഫയൽ, ഫ്ലെക്സി ഫയൽ. ഇത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയണം. ഒന്നാമത്തേത് ഓഫീസ് ഫയലാണ്, രണ്ടാമത്തേത് ഫ്ലെക്സ് ഫയലാണ്, മൂന്നാമത്തേത് ഓഫീസ് എൻവലപ്പാണ്, നാലാമത്തേത് റൈറ്റിംഗ് ബോർഡാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. 1 ഓഫീസ് ഫയൽ, 2 ഫ്ലെക്സി ഫയൽ, 3 ഓഫീസ് എൻവലപ്പ്, 4 റൈറ്റിംഗ് ബോർഡ്. അടുത്ത ചോദ്യം 8 ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ബഡ്ഡിങ് ഔഷധ സസ്യം, സെൻറ്റിൽ ഡിസൈനിങ്, ഹൈലൈറ്റ്. ഓക്കെ, ബി കച്ചാർ വാഴ, എക്സ്റേ ഷീറ്റ്, പേപ്പർ ക്യാരി ബാഗ്, ചെമ്പരത്തി. അപ്പോൾ ഓരോന്നും എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാം. ബഡ്ഡിങ് ചെമ്പരത്തിയുമായി ബന്ധപ്പെട്ടതാണ്. ഔഷധ സസ്യം കച്ചാർ വാഴയാണ്. സ്റ്റെൻലിൻ ഡിസൈനിങ് എന്ന് പറയുന്നത് എക്സ്റേ ഷീറ്റാണ്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് പേപ്പർ ക്യാരി ബാഗാണ്. ഓക്കെ, ഇത് ശരിയായ രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പദസൂര്യം പൂർത്തിയാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ജൈവ കീടനാശിനികളുടെ പേരെഴുതാനാണ്. ഒന്നവിടെ തന്നിട്ടുണ്ട്, വെളുത്തുള്ളി, കാന്താരി, മുളക് മിശ്രിതമാണ്. മറ്റൊന്ന് സോപ്പ് വെള്ളം. ഓക്കെ, സോപ്പ് വെള്ളം പറഞ്ഞാൽ വേപ്പെണ്ണ സോപ്പ് മിശ്രിതമാണ്. അതുപോലെ മീനെണ്ണ, വേപ്പെണ്ണ സോപ്പ് മിശ്രിതം, പുകയില കഷായം, അതുപോലെ തന്നെ പുളിച്ച കഞ്ഞിവെള്ളം. ഇതൊക്കെ ജൈവ കീടനാശിനിയായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ 10 വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന 4 പച്ചക്കറികളുടെ പേരെഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? വെണ്ടക്ക, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവാള. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 11, 12 ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ജൈവ കീടനാശിനിയായ പുകയില കഷായത്തിൻ്റെ നിർമ്മാണ രീതി വിവരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, കൂട്ടുകാരത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. 12 ജൈവവളം, രാസവളം ഇവയുടെ ഗുണങ്ങളും ദോഷങ്ങളും വിവരിക്കുക. ഇവക്ക് ഓരോന്നിനും 2 ഉദാഹരണവും എഴുതണം. ഓക്കെ, അപ്പോൾ അതും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് പറയുന്നത്? ജൈവവളം എന്ന് പറയുന്നത് എന്താണ്? മണ്ണിന് നല്ലതാണ്, അതുപോലെ തന്നെ പച്ചക്കറിക്കും നല്ലതാണ്. രാസവളം എന്ന് പറയുന്നത് മണ്ണിന് ദോഷകരമായിട്ട് ബാധിക്കുന്നു. ഒരുപാട് രാസവസ്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ പച്ചക്കറിക്കും അത് കുറച്ച് ദോഷമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി ഇവക്ക് ഉദാഹരണം എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ജൈവവളം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പുകയില കഷായം, അതുപോലെ തന്നെ ചാണകം, ആട്ടിൻകാഷ്ടം, അതൊക്കെ നമുക്ക് എഴുതാം. രാസവളം എന്ന് പറയുന്നത് ഒരുപാട് രാസവളം ഉണ്ടല്ലേ, പൊട്ടാസ്യം, അതുപോലെയുള്ള രാസവളങ്ങളുടെ പേരും എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരവും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.